ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് മണ്ണില്ലാതെ മൈക്രോഗ്രീൻസ് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കുക എന്നോ അതുപോലെ തന്നെ ഇതെങ്ങനെ തോരൻ വെക്കുക എന്നുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ ഫുഡൊക്കെ കൊണ്ടുവരുന്ന കണ്ടെയ്നറില്ലേ, അതാണ്. അപ്പോൾ അതിൽ ഞാൻ 2 ടിഷ്യൂ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ഇല്ലെങ്കിൽ നമ്മൾ പേപ്പർ ചെറുതായിട്ട് കീറിയിട്ട് അതിലിട്ട് കൊടുത്താലും മതി. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുത്ത പയർ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ കടല, വൻപയർ, ഉലുവ, കടുക് ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ കടുക് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ആദ്യം മുളപ്പിച്ചെടുക്കണമെന്നില്ല, കടുക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കൊടിഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്പ്രെയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇത് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഒരു ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ കുറച്ചും കൂടി മുളയൊക്കെ കുറച്ചുകൂടി പൊട്ടി വരുന്നതാണ്. ഇതിന് ദിവസം 2 നേരമെങ്കിലും വെള്ളം സ്പ്രെയർ ചെയ്ത് കൊടുക്കണം. കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ചെയ്യാൻ. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾക്ക് ചെറിയ ഇലകളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഒരു 7 ദിവസം ആകുമ്പോൾ നമ്മളെ ചെടിയൊക്കെ നന്നായി വളർന്നു വന്നിട്ടുണ്ടാവും. നമുക്കിതൊരു 10 ദിവസം വരെ വെച്ചാൽ നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യണം ആദ്യം. ഈ സമയത്ത് നമുക്ക് കാണാൻ നമ്മളെ ടിഷ്യൂലൊക്കെ നമ്മളെ വേരൊക്കെ മുഴുവൻ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് തോരൻ വെക്കാൻ നമ്മളെ വേര് ഒഴിവാക്കി ബാക്കി ഭാഗം മുഴുവൻ നമുക്ക് എടുക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു പിടി ചെറുപയറാണ്. ഈ ഒരു മെത്തേഡ് ഫ്ലാറ്റിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരമാവും. അവർക്ക് മണ്ണൊക്കെ കിട്ടാൻ ഒരുപാട് പ്രയാസമായിരിക്കുമല്ലോ. അപ്പോൾ മണ്ണൊന്നും ഇല്ലാതെ തന്നെ ഇത് വളർത്തിയെടുക്കുക. ഇതൊരു ബാൽക്കണിയിലൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു എമൗണ്ടിലാണ് നമ്മൾ വിളവെടുത്തപ്പോൾ കിട്ടിയത്. ഇനി ഇത് നമുക്ക് എങ്ങനെ തോരൻ വെക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു വെളുത്തുള്ളിൻ്റെ അല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം വലിയുള്ളി സ്ലൈസ് ചെയ്തത് അതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെ ഇല നന്നായിട്ട് വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒരുപാട് ചെറുതാക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു കുറഞ്ഞ എമൗണ്ട് മാത്രമേ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.